ഹായ് ബബ്ബ ഒരു രക്ഷയില്ല. ട്രailer പൊളിച്ചടുക്കി. ലാലേട്ടൻ വേറെ ലെവൽ. സത്യം പറഞ്ഞാൽ ട്രailer ലാലേട്ടൻ തൂക്കി. അതായത് ഇതിലെ നായകൻ ദിലീപാണ്. മുഖ്യവേഷത്തിൽ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും വരുന്നു. ഗസ്റ്റ് റോളിൽ ലാലേട്ടൻ വരുന്നു. നമ്മൾ ട്രailerൽ ലാലേട്ടന്റെ ഒരു സീൻ അല്ലെങ്കിൽ 2 സീൻ ഇതൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ലാലേട്ടൻ ഒരു രക്ഷയില്ല. അവസാന 30 സെക്കൻഡ് ലാലേട്ടൻ വേറെ ലെവൽ. ലാലേട്ടൻ വന്നതോടുകൂടിയിട്ട് ട്രailerന്റെ മട്ടും ഭാവവും മാറി. അത് വേറെ ലെവൽ. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ മറ്റാരെയും നമ്മൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ല. ലാലേട്ടനും ദിലീപും രണ്ടുപേരും നടന്നു വരുന്ന സീന്, ബുള്ളറ്റിൽ പോകുന്നത്, അതുപോലെ കാറിൽ വരുന്നത്. ഇവിടെ നമ്മൾ ദിലീപിനെ ശ്രദ്ധിക്കുന്നില്ല. അതായത് ആദ്യം കാണുന്ന ഓരോ വ്യക്തികളും ലാലേട്ടനെ മാത്രമേ ശ്രദ്ധിക്കൂ. ആ രീതിയിലാണ് ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസ്. അതായത് ആ മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ മറ്റാരൊക്കെയുണ്ട് എന്ന് നമ്മൾ നോക്കാറില്ല. ആ രീതിയിലാണ്. തീർച്ചയായും ഇത് ദിലീപിന്റെ തിരിച്ചുവരവ് തന്നെയായിരിക്കും. ലാലേട്ടൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ആദ്യ ദിവസങ്ങളിലെല്ലാം നല്ല തിരക്കിനുള്ള സാധ്യതയുണ്ട്. ദിലീപിന്റെ അടുത്തിറങ്ങിയ സിനിമകൾക്കൊന്നും തന്നെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി വിജയിച്ചെങ്കിൽ തന്നെയും അതിന് വലിയ കാര്യമായിട്ടുള്ള നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഈ സിനിമ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു സിനിമ പോസിറ്റീവ് വരികയാണെങ്കിൽ ആദ്യത്തെ 2 ദിവസം കൊണ്ട് തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ലൈഫ് ടൈം കളക്ഷൻ ഈ സിനിമ മറികടക്കും എന്നുള്ളതാണ്. അതായത് 2 ദിവസം കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ലൈഫ് ടൈം കളക്ഷൻ മറികടക്കും എന്നുള്ളത് തന്നെയാണ്. അത്രമാത്രം ഈ സിനിമ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ലാലേട്ടന്റെ ലുക്ക് വേറെ ലെവലാണ്. നമ്മൾ എങ്ങനെയാണോ ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലാണ് ഇതിൽ ലാലേട്ടനെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ലോജിക്കും വെച്ച് സിനിമ കാണാൻ പോകരുത്. എൻജോയ് ചെയ്യാൻ പോകൂ. എൻജോയ് ചെയ്ത് തിരിച്ചിറങ്ങും. ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം ഡിസംബർ 18-നായി. അതുപോലെ തന്നെ ഋഷഭ എന്ന ലാലേട്ടന്റെ തെലുങ്ക് ചിത്രം ഈ മാസം 25-ന് തന്നെ റിലീസ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അപ്പോൾ ഇനി അങ്ങോട്ട് ലാലേട്ടന്റെ 2 സിനിമകളാണ് വരാനുള്ളത്. ഒന്ന് ബബ്ബ, മറ്റൊന്ന് ഋഷഭ. അതും ഒരാഴ്ച ഗ്യാപ്പിൽ. തീർച്ചയായും ലാലേട്ടൻ ഫാൻസിന് ഇത് ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. ലാലേട്ടന്റെ 2025-ൽ ഇറങ്ങിയ 3 സിനിമകളും വലിയ ഹിറ്റുകളാണ്. അതുപോലെ തന്നെ റിലീസുകളും വലിയ വിജയമാണ്. തീർച്ചയായും ഈ 2 സിനിമകളും വലിയ വിജയമായി മാറട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.